നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. മീനമാസത്തിലെ അതിശക്തമായൊരു ദിവസമാണ് മീനഭരണി. മീനഭരണി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സകല ഭദ്രകാളി ക്ഷേത്രത്തിലും വളരെ പ്രാധാന്യമാണ്. മീനഭരണിക്ക് നമുക്കറിയാം, ഭദ്രം നൽകുന്നവൾ ആരാണോ അവളെയാണ് ഭദ്രകാളി. ഭദ്രമായ ജീവിതത്തെ, ഭദ്രമായി നിൽക്കുന്ന സുഖത്തെ, ഭദ്രമായി നിൽക്കുന്ന സമാധാനത്തെ, ഭദ്രമായി നിൽക്കുന്ന സന്തോഷത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ചെയ്യാൻ കലിയുഗത്തിൽ അവതാരമെടുത്താണ് ഭദ്രകാളി. കലിയുഗത്തിലല്ല അവതാരം എടുത്ത്, കലിയുഗത്തിൽ നമുക്ക് നൽകുന്നതാണ്. അത്രയും ശക്തമാണ് ഭദ്രകാളി സാന്നിധ്യം. ഭദ്രകാളി സാന്നിധ്യത്തിന് നമ്മൾ ഭക്തൻ ഒന്ന് ചോദിച്ചാൽ സ്വന്തം അമ്മയെ പോലെ, സ്വന്തം മാതാവിനെ പോലെ ഭക്തൻ എന്താണോ വേണ്ടത് അത് കൊടുക്കുന്ന ഒരു ശക്തി സ്രോതസ്സാണ് ഭദ്രകാളി ഭഗവതി. മീനമാസത്തിൽ ഭരണി എന്ന് പറയുന്നത് വളരെ കേമമാണ്. മീനമാസത്തിലെ ഭരണിക്ക് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തൊഴുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക, അമ്മയ്ക്ക് പട്ട് സമർപ്പിക്കുക, ചുമന്ന മാലകൾ സമർപ്പിക്കുക, ചെമ്പരത്തിപ്പൂവ്, ചെത്തിപ്പൂവ് ഇത്യാദികൾ പൂക്കൾ, കുങ്കുമം പോലത്തെ സാധനങ്ങൾ സമർപ്പിക്കുക, ഗുരുതിക്കൂട്ട് സമർപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ 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 കേമത്തമാണ്. കാരണം മീനമാസത്തിൽ ഭരണി എന്ന് പറഞ്ഞാൽ ഭഗവതിയെ സംബന്ധിച്ചിടത്തോളം അത്രയും കേമമാണ്, അത്രയും അനുഗ്രഹമാണ്. ഈ മീനമാസത്തിൽ ഭരണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കൊടുങ്ങല്ലൂരമ്മയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ മീനഭരണി അതിഗംഭീരമാണ്, അതിക്കേമാണ്. പണ്ട് ഈ ആൾക്കാര് ബസ്സും സൗകര്യങ്ങളും വാഹനാദികളും ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ മീനഭരണി തൊഴാനായിട്ടൊരു ഭക്തൻ നടന്ന് കൊടുങ്ങല്ലൂർ എത്തി. കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ ഹൃദയഭാഗത്ത്, അല്ലെ കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തെ ക്ഷേത്രസ്ഥിതിയാണ്. അങ്ങനെ അവിടെ എത്തി ഈ അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളം കുടിക്കണം, ഒന്ന് കിടക്കണം. അങ്ങനെ ഒരുപാട് വീടുകൾ തട്ടി ഉണർത്തിയിട്ട് ആരും അദ്ദേഹത്തെ കയറ്റിയില്ല എന്ന് മാത്രമല്ല, ഒന്നും കൊടുത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഒരു നമ്പൂരിശനെ കാണുന്നത്. അദ്ദേഹം ഒരു പൂണൂലൊക്കെ ഒരു ബ്രാഹ്മണരായി നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ആ അപ്പുറത്ത് കാണുന്ന അങ്ങോട്ട് ചെന്നോളൂ, അവിടെ എല്ലാം കിട്ടും എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ സ്വല്പം നർമ്മത്തോടു കൂടിയാണ് ഈ ബ്രാഹ്മണൻ പറഞ്ഞത്. ബ്രാഹ്മണൻ അവിടെ ചെന്നു. അപ്പോൾ ഒരു അകത്തളമുള്ളൊരു കെട്ടിടം പോലെ കണ്ടു. അപ്പോൾ വാതിലെ മുട്ടി. അപ്പോൾ ഒരു വയസ്സായ അമ്മ ഇറങ്ങി വന്നു. എന്താ വേണ്ടെന്ന് ചോദിച്ചു. വിശക്കണുണ്ടെന്ന് പറഞ്ഞു, വെള്ളം കുടിക്കണം, ഭഗവതിയെ തൊഴാൻ വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്പലത്തിന്റെ പരിസരത്തൊക്കെ പണ്ടൊക്കെ നിവേദ്യച്ചോറുകളാണ് എല്ലാ കുടുംബങ്ങളിലും ഉള്ള. നിവേദ്യച്ചോറ് കൊടുത്തു, അതിന് വേണ്ട സാധനം കൊടുത്തു, കേമായിട്ട് ഊണൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് അദ്ദേഹം ഒരു പായും കൊടുത്തു. പാ പോലെ എന്തോ ഒരു വസ്തു എന്ന് കരുതാം നമുക്ക്. അങ്ങനെ ഒരു സാധനമൊക്കെ കൊടുത്ത് അദ്ദേഹം അവിടെ കിടന്ന് സുഖമായിട്ട് തുടങ്ങി. ഇത്ര യാത്ര ചെയ്ത് വന്നതല്ലേ. കണ്ണു തുറന്നപ്പോഴാണ് അദ്ദേഹം കണ്ണു തുറന്ന് എണീറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ തിരുനടയുടെ മുമ്പിൽ കിടന്നാണ് ഭക്തൻ കിടന്നുറങ്ങണേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ തലേദിവസം കണ്ട മുത്തശ്ശി ആയിട്ട് വന്നത് ഭഗവതി തന്നെയാണ്. അതായത് ആശ്രിതർക്ക് എങ്ങനെ വന്നാലും എല്ലാ രീതിയിലും അഭയം നൽകുന്നതാണ് ഈ കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്ന ആശ്രിതനെ ഒരു രീതിയിലും കൈവിടില്ലാതെ അവന്റെ സന്തോഷത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ് കൊടുങ്ങല്ലൂരമ്മ. ശരിക്കും ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ കേരളത്തിൽ ഒരുപാടുണ്ടെങ്കിലും അതിൽ എടുത്തു പറയത്തക്കപ്പെട്ട ഒരു അമ്പലമാണ് കൊടുങ്ങല്ലൂരമ്മ. അപ്പൊ ഈ കൊടുങ്ങല്ലൂരമ്മയുടെ അന്നത്തെ ദിവസം മീനഭരണിയിൽ നിന്ന് ഭഗവതിയെ പോയി തൊഴുന്നതും ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് വഴിപാടുകൾ ഇരയ്ക്കുന്നതും എന്തിനാ വെറുതെ അവിടെ നിന്ന് പോയി ആ മണ്ണിൽ നിന്ന് തിരിച്ചു വരുന്നത് പോലും ഒരുപാട് അനുഗ്രഹങ്ങളെ നമ്മൾക്ക് നൽകുന്നു. ഒരുപാട് നമ്മുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നു. ഭഗവതിയുടെ കാര്യം പറഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മയായാലും ചോറ്റാനിക്കരമ്മയായാലും ഇപ്പം ആറ്റുകാൽ ഭഗവതി ആയാലും അങ്ങനെ ഏത് ഭഗവതിയെ നമ്മൾ എടുത്താലും ഈ ഭഗവതിമാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര സങ്കടം കൊണ്ടാണോ ഭഗവതിയുടെ മുമ്പിൽ ചെല്ലുന്നത്, എത്ര നമ്മൾ വിഷമം കൊണ്ടാണോ ചെല്ലുന്നത്, ആ ഭക്തന്റെ ദുരിതത്തെ ഇല്ലാണ്ടാക്കി നന്മയുടെ ഒരു കവാടം അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിന്റെ കവാടം അവന്റെ മുമ്പിലേക്ക് തുറന്ന് അവനൊരു സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഭദ്രകാളിയമ്മ. ഏത് പറയണ സങ്കടങ്ങളാണെങ്കിൽ പോലും, എത്ര പറയുന്ന ദുരിതങ്ങളാണെങ്കിലും അതിനൊക്കെ കുറച്ച് നന്മ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഭദ്രകാളി ഭഗവതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മീനമാസത്തിലെ ഭരണി നാളില് കൊടുങ്ങല്ലൂർ ഭരണി നക്ഷത്രങ്ങൾ അല്ലെ കൊടുങ്ങല്ലൂര് മീനഭരണിക്ക് ആ ഭഗവതിയെ കാണുക, അവിടെ പോകാത്തൊരു തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഭഗവതിയെ തൊഴുക, പ്രാർത്ഥിക്കുക. അപ്പൊ മീനത്തിലെ ഭരണി
നിങ്ങൾക്ക് കിട്ടുന്നൊരു ഊർജം ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് മാറ്റാൻ പറ്റും. ആ ദേവിയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ദേവിയുടെ ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ദേവിയുടെ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾ തൊഴുന്ന ഭഗവതി ഏതായാലും. അതുപോലെ അന്നേ ദിവസം കുടുംബത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാമജപാദികൾ, ദേവീ മഹാത്മ്യം, മീനഭാസത്തിൽ പറയണമെങ്കിൽ ദേവീ മഹാത്മ്യം ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, ഭഗവതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുക, ഭഗവതിയെ കൂടുതൽ പ്രാർത്ഥിക്കുക, ദേവി ഭാഗവതം ഉൾപ്പെടെ കാര്യങ്ങൾ വായിക്കുക. ഒന്നും പറ്റില്ലെങ്കിൽ അമ്മേനാരായണ ജപിക്കുക. അങ്ങനെ അന്ന് ദേവിക്ക് പ്രത്യേകമായ മീനമാസി ഭരണിക്ക് ഉപാസന ചെയ്യണതും വളരെ വളരെ കേമാണ്. കാരണം ഭഗവതി എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മ സങ്കല്പം തന്നെയാണ്. നന്മയുടെ, ഐശ്വര്യത്തിന്റെ, വഴികാട്ടിയുടെ കുറുമ്പ് കാണിച്ചിട്ട് നമുക്ക് എന്ത് കുറുമ്പ് കാണിച്ചാലും എന്റെ അമ്മയെ എന്ന് വിളിച്ചാൽ നമ്മളെ പൊന്നുപോലെ നോക്കാൻ ഭദ്രകാളിക്ക് സാധിക്കും, ഭദ്രകാളി അമ്മയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുലത്തിന്റെ ധർമ്മത്തിന്, കുടുംബത്തിന്റെ ധർമ്മത്തിനായിട്ട്, അല്ലെങ്കിൽ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, കുലത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നമുക്ക് ശക്തമായി മനസ്സിൽ ഉപാസിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തിമത്തമായ രൂപമാണ്. അതുകൊണ്ട് തന്നെ മീനഭരണി ഏറ്റവും ശക്തിയായ ദിവസമാണ്. അന്നത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു. നമസ്കാരം. ഗോവിന്ദപുരി.